ആമേൻ. കർത്താവേ, സ്തോത്രം. കർത്താവേ, അവിടുന്ന് അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളിച്ചെയ്തു, ഇത് നിങ്ങൾ സ്വീകരിക്കുവിൻ. ഇത് എൻ്റെ ശരീരമാണ്. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അവർക്ക് നൽകി. എല്ലാവരും അതിൽ നിന്ന് പാനം ചെയ്തു. അവിടുന്ന് അവരോട് അരുളിച്ചെയ്തു, ഇത് അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. കർത്താവേ, ഞങ്ങളുടെ ഹൃദയം നിന്നോടൊപ്പം ആ മേശയുടെ അരികിലാണ്. ലളിതവും ശാന്തവും പവിത്രവും എന്നാൽ ആഴമേറിയ മനോഭാരത്താൽ നിറഞ്ഞിരുന്നതുമായ പെസഹ ഭക്ഷണമായിരുന്നു അന്ന് മാളിക മുറിയിൽ ഒരുക്കപ്പെട്ടത്. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നുള്ള മോചനം ഓർമ്മിക്കുവാനുള്ള ഒരു സമയം. എന്നാൽ കർത്താവേ, ആ രാത്രി അവിടുന്ന് ഭൂതകാലത്തെ ഓർമ്മിക്കുക മാത്രമല്ല, പാപത്തിൽ നിന്നുള്ള മോചനവും സ്വാതന്ത്ര്യവും വെളിപ്പെടുത്തിയ വലിയൊരു സ്നേഹവിരുന്നുകൂടിയായിരുന്നു അത്. അവിടുന്ന് അപ്പം വാഴ്ത്തി മുറിച്ച് പങ്കിട്ടുകൊടുത്ത് പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാണ്. മനുഷ്യന്റെ വീണ്ടെടുപ്പിനു വേണ്ടി ക്രൂശിൽ തകർക്കപ്പെട്ട ശരീരം, പാപപരിഹാര ബലിയായി സ്നേഹപൂർവം അർപ്പിക്കപ്പെട്ട ശരീരം. പിന്നീട് ഇത് അനേകർക്കു വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ ഉടമ്പടിയുടെ രക്തമാണെന്നും കൽപ്പിച്ചു. കർത്താവേ, അത് വെറുമൊരു ഭക്ഷണമായിരുന്നില്ലല്ലോ, അതൊരു ദൈവീക ഉടമ്പടിയും വാഗ്ദാനവുമായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഉടമ്പടികൾ യാഗരക്തത്താൽ മുദ്രയിട്ടിരുന്നു. അങ്ങനെ ഞാൻ ഒരു പുതിയ ഉടമ്പടി ചെയ്യും എന്ന യിരെമ്യാ പ്രവചനത്തിലെ പ്രവചനം നിവൃത്തിയായി. അവിടുന്ന് സ്വയം യാഗമായി. ആ ഉടമ്പടി ശിഷ്യന്മാരുടെയും നിന്നിൽ വിശ്വസിച്ചവരുടെയും ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടു. കർത്താവേ, അവിടുത്തെ രക്തത്താൽ കൃപയുടെയും കരുണയുടെയും ക്ഷമയുടെയും ഒരു പുതിയ ഉടമ്പടി മുദ്രവെച്ചതിനായി സ്തോത്രം. ഒരുപക്ഷെ ശിഷ്യന്മാർക്ക് അന്ന് അത് പൂർണ്ണമായി മനസ്സിലായിരിക്കില്ല. അവർക്ക് മാത്രമല്ല കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴം പൂർണ്ണമായി ഗ്രഹിക്കാതെ എത്രയോ തവണ ഞാനും ഈ കർത്തൃമേശയിലെ വിശുദ്ധ രഹസ്യങ്ങൾ സ്വീകരിച്ചു. അവിടുത്തെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുവാൻ കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ പുതുക്കണമേ. കൃതജ്ഞത കൊണ്ട് ഞങ്ങളുടെ ഹൃദയം നിറയ്ക്കണമേ. പ്രത്യാശയിൽ ഉറപ്പിക്കണമേ. ദൈവരാജ്യം വരുന്നതുവരെ
ഇനി മുന്തിരിവള്ളിയിൽ നിന്ന് കുടിക്കില്ലെന്ന് അങ്ങ് പിന്നീട് പറഞ്ഞു. അത് വലിയൊരു സാന്ത്വന പ്രഖ്യാപനമായിരുന്നു. കുരിശിനും കഷ്ടപ്പാടുകൾക്കുമപ്പുറം സന്തോഷം നിറഞ്ഞ നിത്യതയിലെ ശുഭഭാവിയിലേക്കും രോഗവും ദുഃഖവും കണ്ണുനീരും നെടുവീർപ്പും പൂർണ്ണമായി അവസാനിക്കുന്ന ആശ്വാസഭവനങ്ങളിലേക്കും ഒരു നാൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി അങ്ങയോടൊപ്പം സ്വർഗീയ വിരുന്നിന് ഇരുത്തുമെന്ന പ്രത്യാശാ സന്ദേശമായിരുന്നു അത്. കർത്താവേ, കഥ പൂർണ്ണമായും കുരിശിൽ അവസാനിക്കുന്നതിന് പകരം നിത്യമഹത്വത്തിലേക്കുള്ള വാതിൽ ഞങ്ങൾക്ക് തുറന്നു തന്നതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ കർത്തൃമേശയിലേക്ക് എളിമയോടെ പശ്ചാത്താപത്തോടെ കൃതജ്ഞതാസ്തോത്രങ്ങളോടെ വരുന്നു. ഞങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടി ക്രൂശിൽ സമർപ്പിച്ച ത്യാഗബലിയും കഷ്ടാനുഭവവും മഹാസ്നേഹവുമൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. ദിവ്യ ശരീരരക്തങ്ങളുടെ സ്വീകരണവും വിശുദ്ധ സ്മരണയും നാഥ ഞങ്ങളുടെ ഹൃദയങ്ങളെ ആർദ്രമാക്കണമേ. അങ്ങയിലേക്ക് ചേർത്ത് നിർത്തണമേ. ഈ ഉടമ്പടിയുടെ യാഥാർത്ഥ്യത്തിൽ ജീവിക്കുവാൻ കർത്താവെ അനുദിനം ഞങ്ങളെ ഒരുക്കണമേ. കൃപയാൽ രൂപപ്പെടുത്തിയതും സമർപ്പണവും സ്തോത്രവും നിറഞ്ഞതുമായ ഒരു ക്രിസ്തീയ ജീവിതം യാഥാർത്ഥ്യമാക്കാൻ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ പങ്കാളിത്തം കർത്താവെ ഞങ്ങൾക്ക് സഹായകമാകണമേ. വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുമ്പോഴെല്ലാം അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ ത്യാഗവും വാഗ്ദത്തങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിനീത ഹൃദയം, വിശുദ്ധ ഹൃദയം കർത്താവെ ഞങ്ങളിൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഒരുക്കണമേ. കൃപയുടെ മേശയ്ക്കും നിന്റെ രക്തത്തിൽ മുദ്രയിട്ട ഉടമ്പടിക്കും വരാനിരിക്കുന്ന നിത്യവിരുന്നിന്റെ പ്രത്യാശയ്ക്കും സ്തോത്രം. ആമേൻ. കർത്താവേ സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, സഭ ഒരുക്കുന്ന വിശുദ്ധ രഹസ്യങ്ങളുടെ കർത്തൃമേശയിൽ സാന്നിധ്യബോധത്തോടും അനുതാപത്തോടും ഭക്ത്യാദരവുകളോടും കൂടെ നമുക്ക് പങ്കുചേരാം. സ്നേഹപൂർവം എ പി ജോർജച്ചൻ.